ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ 90 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ 81ാമത്തെ ഡേ ആണ്. അങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ഈ ഒരു 3 മന്ത്സ് കംപ്ലീറ്റ് ആകാറായിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഈ ഒരു ചലഞ്ചിൻ്റെ ബേസിലാണെങ്കിൽ എൻ്റെ മുടിക്ക് നല്ലോണം വ്യത്യാസം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ ഒരു ചലഞ്ച് ഫോളോ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റ്സ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടായിട്ടില്ലേ, നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റിലൂടെ അറിയിക്കാനും കൂടി ഒന്ന് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഹെയർ പാക്കിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. നമ്മുടെ കറിവേപ്പില ഒരു പിടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കയില അല്ലെങ്കിൽ ഞവരയില, ഈ ഒരു സംഭവം ഒരു പിടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കറ്റാർ വാഴയുടെ ഒരു ചെറിയൊരു തണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. അവ നന്നായിട്ട് മിക്സിയുടെ ജാറിൽ, ഇത് എടുക്കുന്നതിന് മുൻപായിട്ട് നന്നായിട്ട് കഴുകിയിട്ടാണ് കേട്ടോ നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊരു പേസ്റ്റാക്കി എടുത്തു. എന്നിട്ടൊരു തുണി വെച്ചിട്ട് നന്നായിട്ട് അതൊന്ന് അരിച്ചെടുത്തു. അപ്പം അതാണ് ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് എന്ന് പറയുന്നത്. കഴിഞ്ഞ ഡേയിൽ നമ്മൾ ഇത് തന്നെയായിരുന്നു ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കണേന്നുള്ള കാരണം. അപ്പം ഇന്ന് നമുക്കിനി ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇമ്മക്കുട്ടി വന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി കുറച്ച് നേരം എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൾ പാട്ടൊക്കെ പാടിയിട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ഇതിൽ അല്ലാത്തതുകൊണ്ടാണ് ഞാനത് ഇവിടുന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പം അത് ഞാൻ ഷോർട്സിലൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് എനിക്കൊരു പാട്ടൊക്കെ ഓർമ്മ വന്നിട്ട്, അതായത് എന്താ പറയുക, നമുക്ക് നിഴലായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഈ കുഞ്ഞു മക്കളുള്ളവർക്ക് എപ്പോഴും ഇങ്ങനെ നിഴൽ പോലെ അവർ കൂടെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു സംഭവം പാട്ടൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, ഞാനിങ്ങനെ സ്കാൽപ്പ് ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപായിട്ട് എന്നും പറയുന്ന പോലെ തന്നെ തലേന്ന് നൈറ്റ് സ്കാൽപ്പിൽ വളരെ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. മുടിയുടെ ലെങ്തിലേക്ക് ഈ ഒരു പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് കുറച്ച് ഓയിൽ വെച്ച് കൊടുത്തു. ഇൻവേർഷൻ മെത്തേഡ് ചെയ്തു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് എൻ്റെ മുടിയിലൊരു ജട ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നണത് കേട്ടോ. അതായത് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇട്ടിട്ട് മുടി ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ബാക്കിലോട്ട് ഇടുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു കെട്ടുള്ള പോലെ തോന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും അതിൽ ജട ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നുന്നത്. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, മുടിയൊന്നും കൊഴിയൊന്നും ചെയ്യത്തില്ല. അത് ഹെയർ ഫോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവൂ. അല്ലാത്ത സമയത്തൊന്നും നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുടിയൊന്നും കൊഴിയത്തില്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് എന്തായാലും നിങ്ങൾ ഈ ഒരു ചലഞ്ച് ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ഡേയിലും ചെയ്തിരിക്കണം, മറക്കാണ്ട് ആ ഒരു കാര്യം ചെയ്തിരിക്കണം. എന്നാലാണ് നമുക്ക് ഈ ഒരു 90 ഡേയ്സ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു റിസൾട്ട് കറക്റ്റ് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. പിന്നെ എന്താ പറയുക, ഈ ഒരു ഹെയർ പാക്കിൻ്റെ ഗുണങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ആണ് നിങ്ങളിനി കാണുന്നതെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും കൂടി അവർക്ക് വേണ്ടിയിട്ടൊന്നും കൂടി പറയാം കേട്ടോ. അതായത് ഈ ഒരു പാക്ക് നമുക്ക് നമ്മുടെ മുടിക്ക് നല്ലൊരു ബ്ലാക്ക് കളർ കൊടുക്കുക, അതായത് നമ്മുടെ ഈ അകാല നര പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതായിട്ടുള്ളൊരു പാക്കാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന്, ഈ ഒരു അകാലം നിറയ്ക്ക് ഞാൻ കുറേ വീഡിയോസിൽ കുറേ കാര്യങ്ങൾ ടിപ്സ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട ഇതിൽ ഏതാണ് വർക്കാവുന്നതെന്ന്. നമ്മുടെ ഓരോരുത്തരുടെയും ശരീരപ്രകൃതിക്ക് അനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും ഒരുപോലെ തന്നെ റിസൾട്ട് തരത്തില്ല. നമുക്ക് പലർക്കും പല കാര്യങ്ങളായിരിക്കും റിസൾട്ട് തരുന്നത്. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യണം നിങ്ങൾക്ക് ഏതാണോ നല്ലതെന്നുള്ളത്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമാണ് അറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടിട്ടാണ് പല പല റെമഡീസ് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ ഫുള്ളായിട്ട് സ്കാൽപ്പ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ആ ഒരു പ്രശ്നത്തിന് മാത്രമല്ല, ഹെയർ ഗ്രോത്തിന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു പാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് മുടിയുടെ ലെങ്തിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ, അലോവേര ജെല്ല് കുറച്ച് കൂടുതൽ എടുത്താൽ മതിയാകും. അങ്ങനെ ബാലൻസ് വന്നത് മുടിയുടെ ആ ഒരു സെൻറ്റർ ഏരിയയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം പിന്നെ ഒരു കുട്ടി മസാജും കൂടി കൊടുത്തിട്ട് ഞാൻ മുടി മേലെ കെട്ടി വയ്ക്കുന്നു. 1 മണിക്കൂർ വെച്ചേക്കാം. അതിനുശേഷം ഹെയർ വാഷ് ചെയ്യും. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.